ഹലോ ഫ്രണ്ട്സ്, നമ്മളീ കാണുന്നത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ യാർഡിൻ്റെ പോർഷനാണ് നമ്മളീ കാണുന്നത്. നമ്മുടെ ഈ ചാനലിൽ എല്ലാ ആഴ്ചയും വീഡിയോ അപ്ഡേഷൻ ഉണ്ട്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഇൻ്റർനാഷണലിൻ്റെ അകത്തുള്ള യാർഡിൻ്റെ പോർഷനാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലരും ചോദിച്ചു മെയിൻ റോഡിൽ നിന്നും യാർഡിലേക്കുള്ള റോഡ് ഫെസിലിറ്റീസ് എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഞാൻ അതിലേക്കുള്ള റോഡിൻ്റെ വീഡിയോ കൂടി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ വീഡിയോ ഇതിൽ ഉൾക്കൊള്ളിക്കുകയാണ്. നമ്മൾ ഈ കാണുന്നത് ഇതാ നമ്മളെ യാർഡിൽ, അതായത് നമ്മളെ യാർഡിൽ നിന്നും മെയിൻ PO ബിൽഡിങ്ങിൻ്റെ യാർഡിൻ്റെ പോർഷൻ നമ്മൾ വീഡിയോ എടുത്ത ശേഷം അതിനുശേഷം നമ്മൾ വണ്ടിയിലേക്ക് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മെയിൻ ഗേറ്റിൻ്റെ സ്ഥലത്തേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ വലത് സൈഡിൽ കാണുന്നതാണ് നമ്മളെ യാർഡ് പോർഷൻ. ഇടത് സൈഡിൽ നമ്മൾ ഈ കണ്ടതുപോലെ ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള സ്റ്റോണുകൾ നിരത്തിയിട്ടിട്ടുണ്ട്. അവിടെയാണ് അതുള്ളത്. നമ്മൾ മുന്നിൽ ഒരു ലോറി പോകുന്ന കാണാം, കണ്ടോ. ഇത്രയും വലിയൊരു റോഡ് നമുക്ക് നിലവിലുണ്ട്. ഇതാ നമ്മൾ ഈ കാണുന്ന പോലെ നമ്മൾ വളരെ ദൂരെ നിന്ന് ഈ വീഡിയോ നമ്മൾ വിഷ്വൽ എടുത്തിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള നാച്ചുറൽ സ്റ്റോണുകൾ നിരനിരയായിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ബർത്തിന് ആവശ്യമായിട്ടുള്ള സ്ലാബുകളുമായിട്ട് ലോറികൾ പോകുന്നുണ്ട്. ഈ സ്ലാബുകൾ എവിടെ വെച്ചിരിക്കുന്നത്, എവിടെയാണ് ഉള്ളതെന്നും നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാവുന്നതാണ്. അവിടെ നമ്മൾ ക്രെയിൻ ഉപയോഗിച്ച് പിക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മളെ ചാനലിൽ സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മൾ തൊട്ടടുത്താണ്, ഇപ്പോൾ ഏറ്റവും അടുത്താണ് നമ്മൾ ഈ സ്ലാബുകൾ ലോറികളിലായിട്ട് കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കുന്നത്. കണ്ടോ, ഇവിടെ എല്ലാം വളരെ കൂടുതലായിട്ട് സ്റ്റോണുകളുണ്ട്. ഇവിടെ ഒരു മലയും തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, പണ്ടത്തെ സ്റ്റോണിൻ്റെ ഒരു മലയും തന്നെ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഈ കാണുന്ന ക്രെയിൻസ് എല്ലാം നമ്മൾ പോകുമ്പോൾ വലത് സൈഡ് കാണുന്ന ക്രെയിനെല്ലാം യാർഡിൻ്റെ പാർട്ടാണ്. വളരെ വളരെ നല്ല ദൂരമുണ്ട്. നമ്മൾ അകത്തൂടി നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ ദൂരം നോക്കുമ്പോൾ വളരെ ചെറിയ പാർട്ടായിട്ട് കാണുന്നുണ്ടെങ്കിലും വളരെ ദൂരം നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അടുത്തൊന്നും അല്ലായിരുന്നു നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാണുന്നുണ്ടോ, ഇടത് സൈഡിൽ കാണുന്നതെല്ലാം നിരനിരയായ ലോറികൾ നമ്മളെ സ്റ്റോണുമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട്. കണ്ടോ, ഇരുവശങ്ങൾ ഒരു സൈഡിൽ, ഇടത് സൈഡിൽ മൊത്തവും ലോറികളും വലത് സൈഡിൽ ക്രെയിനുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ പറയുന്ന റോഡിൻ്റെ സൈഡിലായിട്ട് പല ബിൽഡിങ്ങും പണി നടക്കുകയാണ്. കണ്ടോ, ഈ പണി നടക്കുന്നത് ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നാച്ചുറൽ സ്റ്റോൺ ഉണ്ടായിരുന്നത്. അത് വളരെയധികം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ 100 കണക്കിന് ലോഡുമായി നാച്ചുറൽ സ്റ്റോണുമായിട്ടാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ലോറികൾ. ഇവിടെ എല്ലാം പോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഓഫീസ് ബിൽഡിങ്ങാണ് പണിതുകൊണ്ടിരിക്കുന്നത്. ഇടത് സൈഡിൽ നമ്മൾ കാണുന്നത് ഇതാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പോർട്ടിൻ്റെ മെയിൻ ഗേറ്റിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. യാർഡ് ഭാഗം പിന്നിട്ടിട്ടില്ല. ഉണ്ടോ, ഇവിടെയെല്ലാം നല്ല പൊടിയായത് കാരണം ലോറികളിലായിട്ട് വെള്ളം മൊത്തമാക്കുന്നുണ്ട്. ഇവിടെ എല്ലാം നാച്ചുറൽ സ്റ്റോണിൻ്റെ അവൈലബിലിറ്റി വളരെ കൂടുതലാണ്. ഉണ്ടോ, അത് തരംതിരിച്ചിട്ടിരിക്കുകയാണ് അവിടെയായിട്ട്. പല പോർട്ട് ഓഫീസ് സൈഡിലെ ബിൽഡിങ്ങും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഈ സ്റ്റോൺ ഉപയോഗിച്ച് എംസാൻഡ്, മെറ്റൽ, പാറപ്പൊടി അതെല്ലാം ഇവിടെ തന്നെ ക്രഷർ ഉപയോഗിച്ച് ചെയ്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഈ വലത് സൈഡിൽ കാണുന്ന പോർഷനാണ്, ട്രഡ്ജിങ്ങിൻ്റെ പോർഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. ഇവിടെയാണ് നമുക്ക് ഈ യാർഡിൻ്റെ കുറച്ച് ഭാഗമാണ് നമുക്കിനി ട്രഡ്ജ് ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ട്രഡ്ജിങ്ങിൻ്റെ വലിയ കപ്പൽ കണ്ടായിരുന്നു. അതാവട്ടെ നിലവിൽ നമ്മുടെ കപ്പൽ ചാലിൻ്റെ ആഴം കൂട്ടുന്നതിനായിട്ട് വളരെ വേഗത്തിലാണ് ആ ഷിപ്പ് ഉപയോഗിച്ച്, നമ്മൾ മുന്നിൽ കാണാം, ഷിപ്പ് ഉപയോഗിച്ച് ട്രഡ്ജിങ് നടത്തി വളരെ വേഗത്താണ് ഈ ട്രഡ്ജിങ് മണൽ ഇവിടെ കൂമ്പാരമായിട്ട് കിടക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ടാണ് ആ മെഷീൻ ട്രഡ്ജ് ചെയ്യുന്നത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 131 മീറ്ററോ 135 മീറ്ററോ ഉണ്ട് അതിന് ടോട്ടൽ ലെന്ത് ആ പറയുന്ന ചെറിയൊരു ഷിപ്പിന്. ഉണ്ടോ, ഇതാണ് നമ്മൾ ഈ പറയുന്ന യാർഡ് എക്സ്റ്റൻഷന് നമ്മുടെ നാച്ചുറൽ സാൻഡും വെള്ളവും ട്രഡ്ജ് ചെയ്ത മണലെല്ലാം ഇവിടെയാണ് വരുന്നത്. ആ പോർഷനാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടോ, ഇപ്പുറത്ത് ഇടത് സൈഡാവട്ടെ ധാരാളം ലോറികളിലായിട്ട് സ്റ്റോണും വെയിറ്റ് ചെയ്ത് നിൽക്കും നമുക്ക് കാണാം. ഉണ്ടോ, ഇവിടെ എല്ലാം യാർഡിൻ്റെ പോർഷൻ തന്നെയാണ്. ഇവിടെ കുറച്ച് പാർട്ട് മാത്രമാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ബാക്കി എല്ലാ പോർഷനും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് പുറത്തു നിന്ന് പറയുന്ന ലോറികളാണ് സ്റ്റോണുമായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ വളരെ ദൂരെയായിട്ട് കാണുന്നത് ആ അമ്പലമാണ്. അമ്പലത്തിൻ്റെ സൈഡിൽ നമുക്ക് വ്യൂ കിട്ടും. കണ്ടോ, അമ്പലത്തിൻ്റെ പോർഷനാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഗേറ്റ്. നമ്മൾ പോർട്ടിനകത്തേക്കും പുറത്തേക്കും പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ എൻട്രൻസ് ഈ ഒരു പോർഷനാണ് വരുന്നത്. ഉണ്ടോ, ഇവിടെ നിന്നാണ് ഇനി അങ്ങോട്ട് റോഡിലേക്കുള്ള കണക്ഷൻ വരുന്നത്. അത് നമുക്ക് വീഡിയോയിൽ കാണാം. ആ ഒരു പോർഷനിലേക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എല്ലാം ധാരാളം സെക്യൂരിറ്റി ഗാർഡും ഉണ്ട്. കണ്ടോ, ഇത് നമ്മൾ ഈ കാണുന്ന മെയിൻ ഗേറ്റ് തൊട്ടപ്പുറത്താണ്. ഈ റൗണ്ട് സർക്കിൾ കഴിഞ്ഞ് ഇനി ഇവിടെ നിന്ന് നേരെ പോകുന്നതാണ് നമ്മുടെ മെയിൻ റോഡിലേക്ക് ഉള്ള യാത്ര. കണ്ട, ഇവിടെ എല്ലാ സൈഡിലെല്ലാം നല്ല മനോഹരമായ പിന്നെ ചെടികളും അതെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്.
അതും കാണാൻ നല്ല മനോഹരമാണ്. ഇത് പോർട്ടിലേക്ക് വരുന്ന സ്റ്റാഫുള്ള വണ്ടികളാണ് ഇവിടെ നിരനിരയായി നിരത്തി വെച്ചിട്ടുള്ളത്. കണ്ടോ, ഇത് വളരെ സെറ്റപ്പായിട്ടാണ്. റോഡുകൾ വളരെ നേരത്തെ തന്നെ പണിതാണ്, ഇതിപ്പോൾ പണിതൊന്നുമല്ല. കാരണം നിലവിൽ പോർട്ടിന് ആവശ്യമായിട്ടുള്ള ഈ പറഞ്ഞ നാച്ചുറൽ സ്റ്റോണും അതുപോലെ ബാക്കിയുള്ള എല്ലാ കമ്പികളും ബാക്കിയുള്ള എല്ലാം പാസ് ചെയ്യുന്നതിന് നല്ല റോഡ് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഫസ്റ്റിലെ തന്നെ ഈ റോഡിൻ്റെ പണികളെല്ലാം പൂർത്തിയായതാണ്. ഈ റോഡിൻ്റെ പണികളെല്ലാം കണ്ടോ, അതിൻ്റെ ഭാഗമായിട്ടാണ് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അന്നേ വെച്ച് പിടിപ്പിച്ചതാണ്. ഇന്നത് വളരെ മനോഹരമാണ് അത് കാണാൻ. അവിടെ ചെന്നിട്ട് ഉണ്ടോ, ഇതൊക്കെ വളരെ സെറ്റപ്പാണ് ഈ റോഡ്. എനിക്ക് തോന്നുന്നു ഇൻ്റർലോക്ക് ബ്രേക്ക് ഉപയോഗിച്ചാണ് ഈ റോഡ് പണിതിട്ടുള്ളത്. ഇവിടെയും ലോറികൾ പാസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. നമ്മൾ വളരെ ദൂരെയായിട്ട് നമുക്കിപ്പോൾ ലോറികൾക്ക് അപ്പുറത്തായിട്ട് നമുക്ക് ഇവിടെ നിന്നും റോഡ് കാണാം. ഈ റോഡാണെങ്കിൽ വിഴിഞ്ഞത്തിൽ നിന്ന് വരുന്ന റോഡാണ് നമ്മൾ ഈ കാണുന്നത്. പിന്നെ ഇതാണ് നമുക്ക് റിംഗ് റോഡ് എന്ന് പറയാൻ പറ്റുമോ, അങ്ങോട്ടത്തേക്കുള്ള എൻട്രൻസ് ഇതുവഴി നേരെ പോകുന്നതാണ്. പിന്നെ ഇത് പൂവാറിലേക്ക് പോകുന്ന റോഡാണ്. ഞാൻ ഒന്നുകൂടി കാണിക്കാതെ, അതായത് വിഴിഞ്ഞത്തിൽ നിന്നും പൂവാറിലേക്ക് പോകുന്ന റോഡാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ പോർട്ട്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒരു മെമ്പറായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യമായി നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.